ഹലോ ഗൈസ്, നമ്മളൊരു പുതിയ വീഡിയോ ഇട്ട് വന്നിരിക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഒരു പുതിയ ഗെയിമായിട്ട് വന്നിരിക്കണേ. ഈ ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. അതേപോലെ തന്നെ ഞാൻ വേറെ ഈ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതേപോലത്തെ കോപ്പി ഇന്ത്യൻ ഡെഫ്റ്റ് ഓട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്ന് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് വന്ന് അപ്പോൾ ഞാൻ ഒന്ന് സ്പോൺ പോയിൻ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. അതൊന്ന് ഇതെന്താ അങ്ങനെ ഉണ്ടാവും. ഈ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു. കുറേ നാളായിട്ടാണ് ഈ ഗെയിം കളിച്ചിട്ട്. അന്നേരം ഞാൻ യൂട്യൂബൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഞാനത് ഇട്ട് പോയി ഈ ഗെയിമിൻ്റെ കുറച്ച്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് എന്താ ഞാൻ ഇവിടെ പറയാൻ പോണേ. ഫസ്റ്റ് നമുക്ക് ഫോൺ എടുത്തിട്ട് ഒരു പുതിയ ആപ്പ് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു പിങ്ക് കറി അതൊക്കെ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നമുക്ക് കാർ മോഡിഫിക്കേഷൻസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഏത് കാറായാലും മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ അപ്ഡേറ്റിനൊക്കെ കുറച്ച്. എനിക്ക് പിന്നെ ടയറും മാറ്റാൻ പറ്റും കേട്ടോ. എനിക്ക് ഈ ടയറല്ല, ഇതാണ് എനിക്ക് ഈ ടയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ടയർ ഏതാണെന്ന് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ടയറിൻ്റെ കളറും മാറ്റാൻ പറ്റും. നമുക്ക് ഡോറിൻ്റെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കയറണം അവിടെ. അങ്ങനെ ഇതേ കണ്ട. ഞങ്ങൾക്ക് പഴയപോലെ ആക്കണമെങ്കിൽ റീസെറ്റ് നിൽക്കാതെ. അപ്പോൾ നമ്മൾ ടയർ പറയും പഴയപോലെയാണ്. പിന്നെ ഹൈഡ് വീസ് ഉണ്ട് കേട്ടോ. ഒരു ടയർ ചെയ്യുക കൂടെ. അപ്പോൾ ബാക്കിൽ ഉണ്ടോ നോക്കട്ടെ. ബാക്കിൽ ചെയ്യുക. നമുക്ക് ഓടിക്കാൻ പറ്റുമോ? കണ്ടിട്ട് എന്താണ്ട് പോലും. നമുക്ക് ഓടിക്കാൻ പറ്റുമോ ടയർ ചെയ്യാതെ? ടയർ ചെയ്യാതെ എങ്ങനെയാണ് ഓടിക്കണത്? ദൈവത്തിനറിയാം. ബാക്കിയത്തെ ടയർ ചെയ്യാത്ത എന്ന് വെച്ചാൽ ഇത്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഗെയിമിനെ കുറിച്ച് വേറൊരു ആപ്പ് ഇങ്ങനെ ഉണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാൻ പോണേ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാത്തതിൻ്റെ ഞാൻ വേറെ ഒരു പുതിയ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 60 എനിക്ക് തെറ്റിപ്പോയി. നമുക്ക് ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ചോദിച്ചാൽ ചീറ്റ് കോഡ് അടിക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ യൂസും. എനിക്ക് ഹോട്ട് എയർ ബലൂണിൻ്റെ ചീറ്റ് കോഡ് അറിയില്ല. അതുകൊണ്ട് നമുക്ക് PS സ്റ്റോറിൽ പോയി നോക്കേണ്ടി വരും. സീനിയ ഓക്കെ. PS സ്റ്റോറിൽ പോയി നോക്കിയപ്പോൾ ചീറ്റ് കോഡ് 0600601. എനിക്ക് നേരത്തെ ഒരു മണ്ടത്തരം പറ്റിപ്പോയി. അതെന്ത് ചെയ്യട്ടെ, നമുക്ക് വേഗം ചീറ്റ് കോഡ് അടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതറിയാത്തവരായി ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടാൻ. എൻ്റെ മോനെ ഒരു നൈസായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തീയാട്ടുണ്ട്. കയറിയിരുന്ന് ഇത് ഓടിക്കാൻ പറ്റും കേട്ടോ നമുക്ക്. പിന്നെ ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റും. അങ്ങനെ ഇപ്രാവശ്യത്തെ ആദ്യം ഒരു സംഭവം വന്നു. ഇതാണ് ഗോൾഡൻ കളറാക്കി നോക്കട്ടെ. ഇത് ഗോൾഡാവില്ല. നമുക്ക് ഇനി പിന്നെ എന്തെങ്കിലും സ്റ്റോറി വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ ഹൈഡ് വീര് ചെയ്ത് നോക്കട്ടെ. അത് റീസെറ്റ് ആക്കണം. ഞാൻ വേറെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം.
ഫസ്റ്റ് നമ്മളെ യങ്കിൻ ആപ്പിൽ പോവാ. ഇതിന് ഈ ഇന്ത്യൻ ബൈക്കിന് പറ്റിയ ഒരു ആപ്പ് ഉണ്ട്, യങ്കിൻ ആപ്പ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് എടുക്കാം, യങ്കിൻ. കഴിഞ്ഞപ്പോൾ യോടാവണ ഈ കാണുന്നത്. ഇത് ഇവിടെ ആനിമൽസിനൊക്കെ കാണാൻ പറ്റും. ഇത് അതൊന്നും നിൽക്കാതെ നിങ്ങൾക്ക് ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിത് ക്യാരക്ടറിനെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു ക്യാരക്ടറിനെ എടുക്കാം. നിങ്ങൾ ഇഷ്ടമായ ക്യാരക്ടറിനെ എടുക്കുക. ഞാനൊന്ന് മിസ്റ്റർ ബീസ്റ്റിനെ ഇവിടെ സെർച്ച് നിന്നാണ്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്നിട്ട് ഞാൻ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് കളി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതോടെ പിയേനക്കാം. പിയേനക്കി കഴിയുമ്പോൾ ഇത് വേഗം ജോളാവണേ. ഓക്കെ, ഈ ഗെയിം അങ്ങനെ ഓടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഫോൺ എടുക്കാം. ഓക്കെ, നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻ്റർനെറ്റിൽ പോവാം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നെറ്റ് ആയി വൈഫൈ ഓണാക്കാം. നെറ്റ് ആയാൽ മതി. എനിക്ക് പക്ഷേ വൈഫൈ ഉണ്ട്, അതുകൊണ്ട് വൈഫൈ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പോണേ. തണുത്ത് ഇവിടെ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കാണാൻ പറ്റും. 10 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 5 ഓടുന്നതെന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ PM7 അടിക്കുക. അപ്പോൾ പ്ലെയർ മോഡ് 7 കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ മിസ്റ്റർ ബീസ്റ്റ് ഇവിടെ യോടായി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ, ഞാൻ ഇതുവരെയും യൂട്യൂബറിനെ കണ്ടിട്ട് മിസ്റ്റർ ബീസ്റ്റിനെ പണ്ട് കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് ഡ്രോൺ ഓണാക്കി. എൻ്റെ അമ്മോ, വളരെ ഇത് ബീസ്റ്റ് മിസ്റ്റർ. ഓക്കെ, അപ്പം ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രയാണ്. നമ്മുടെ അപ്ഡേറ്റ് ഞാൻ കുറച്ച് ചീറ്റ് കോഡ്സ് പറഞ്ഞുതരാം. ആ ചീറ്റ് കോഡ്സ് പക്ഷേ നിങ്ങൾ ആർക്കും പറയാതെന്നാ ഞാൻ പറയാം. നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ആ ചീറ്റ് കോഡിൻ്റെ നമ്പർ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അയ്യോ, ആ നമ്പറും പറഞ്ഞു പോയില്ലോ. നമുക്കൊന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോക്കട്ടെ. ഓക്കെ, നമ്മൾ അങ്ങനെ പ്ലേ സ്റ്റോറിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പി എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്തിട്ട് വേഗം ലോഡായിട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ ഗെയിം അങ്ങനെ ലോഡായിട്ടുണ്ട്. ഞാൻ സീക്രട്ട് ചീറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് സീക്രട്ട് ചീറ്റ് കോഡ് നിങ്ങൾ വേറെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. 1820 അപ്പോൾ അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ യോടായിട്ടുണ്ട്. ഇനി നിങ്ങൾ വേറൊരു സംഭവം കണ്ടു, ഇതിൻ്റെ വേറെ മോഡിഫൈഡ് ഉണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ മോഡിഫൈഡ് ഇവിടെ വന്നിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്താൽ കേട്ടാ ശരിക്കും മോഡിഫൈഡാണ്. അതിൻ്റെ ചിക്കോടും പിന്നെ ഇവിടെ 2 0 കിട്ടിയാൽ ഇപ്പോൾ വന്നു.
അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ഇത്ര ലൈക്ക് ചെയ്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്ര. നാളെ ഇതിനെക്കുറിച്ച് സ്റ്റോറി വീഡിയോയും പിന്നെ വേറെ കുറേ വീഡിയോ ഇടും. അതൊക്കെ ഞാൻ പറയും. അപ്പോൾ ഇവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോണേ.